بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آل كل والصحابة أجمعين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه وعلى آله. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകളുള്ള മുഹബ്ബീങ്ങളെ, കൽവാട് മദീനയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് മാസങ്ങളായി കൽവാട് മദീന എന്ന ഒരു ഗ്രൂപ്പിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, അതും സ്ത്രീകൾ മാത്രമായി, അങ്ങനെ ഒരു ഗ്രൂപ്പ് നിരവധി സ്വലാത്തുകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഹദിയ ചെയ്യുന്ന, വളരെ ശ്രദ്ധയോടെ നടന്നു വരുന്നതായി അറിയുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നേതൃത്വം നൽകുന്ന നിലമ്പൂര് കരുളായിലുള്ള ഉസ്മാൻ ക, അവരെ ഭാര്യ സജില താത്ത, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അത് വലിയ ഖൈറിലും ബർക്കത്തിലുമാക്കുമാറാകട്ടെ. സജില താത്തയുടെ മേൽനോട്ടത്തിലായി നിരവധി ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനെ അവരെ സഹായിക്കാൻ ഒരുപാട് ഖാദിമത്തുകളും അഡ്മിന്മാരുമായി 10,000-ഉം 20,000-ഉം ഒക്കെ സ്വലാത്തുകൾ ഓരോ ദിവസവും ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു രൂപത്തിൽ അൽഹംദുലില്ലാഹ് നടക്കുന്നു എന്ന് അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ചൊല്ലുന്നവരിൽ അധികവും ഒരുപാട് പ്രയാസമുള്ള ആളുകൾ, ഭർത്താക്കന്മാര് മരിച്ച, അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള കുറെ സഹോദരിമാർക്ക് വേറെയായുള്ള കൽവാട് മദീന സാന്ത്വനം എന്ന പേരിലും, ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ പല മേഖലയിലുള്ള ആളുകൾ, സ്ത്രീകളെ മാത്രം ഉൾക്കൊള്ളിച്ച് സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും ഒക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് നടന്നു വരുന്നത് അറിഞ്ഞു. അവരുടെ ക്ഷണമനുസരിച്ച് വീട്ടിൽ വന്നതാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനങ്ങളൊക്കെ നാളെ ആഖിറത്തിലേക്ക് വലിയ ഒരു മുതൽക്കൂട്ടാക്കി നൽകുമാറാകട്ടെ. മക്കൾ, മരുമക്കള്, കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ട ഖിദ്മത്തുകൾ ചെയ്യുന്നവർ, അതുപോലെ അഡ്മിന്മാർ, എല്ലാവർക്കും ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് അവരെ പ്രത്യേകം അഭ്യർത്ഥന മാനിച്ച് അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അടുത്തായി, ഈ റബീഉൽ അവ്വലിലായി
ഇതെല്ലാം ഒരു യൂട്യൂബ് ചാനൽ, ഇന്ന് ഓൺലൈൻ സംവിധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ യൂട്യൂബിലൂടെ ഒന്നുകൂടെ ആളുകൾക്ക് സൗകര്യമാകും എന്ന് മനസ്സിലാക്കി ഖൽബാണ് മദീന എന്ന ഒരു ചാനൽ നിർമ്മിച്ചു. അൽഹംദുലില്ലാ, അതിനൊക്കെ നേതൃത്വം നൽകുന്ന അവരുമായി ബന്ധപ്പെട്ട കുറെ ഉസ്താദുമാരും അതേപോലെ തന്നെ അവരുടെ മകൻ ഹാഫിദ് ആഖിൽ മുഹമ്മദ്, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഹിഫ്ദ് അതുപോലെ ഇൽമൊക്കെ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. വലിയ മകൻ അനസ് ദുബൈയിലാണ്, അവനും മരുമകളും ഒക്കെ സപ്പോർട്ട് ചെയ്ത്, അതുപോലെ പെൺമക്കളായ അൻസില, അൻഷിത അവരൊക്കെ അതിനു വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് സ്ത്രീകൾ മാത്രമായി നിയന്ത്രിക്കുന്ന ഈ ഒരു സംവിധാനം അല്ലാഹു എല്ലാവർക്കും ഉപകാരമുള്ള, മുത്തുനബിക്ക് കൺകുളിർമയെ സന്തോഷം നൽകുന്ന ഒരു സംവിധാനമായി അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ഖൽബാണ് മദീനയിലുള്ള സഹോദരിമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് എന്നും അഭയമായിട്ടുള്ളത്, രക്ഷയായിട്ടുള്ളത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു മനുഷ്യന്റെ ഖൽബാണ് മദീന, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് രക്ഷാ കേന്ദ്രം, അഭയ കേന്ദ്രം അത് മദീനയാണ്. ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് അവിടുന്ന് പാടിയല്ലോ, ഒരു സുഗന്ധവുമില്ല, മദീനയോളം സുഗന്ധമുള്ള മറ്റൊരു മണ്ണില്ല. പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ ഖബറിടത്തിൽ വഫാത്തിന്റെ 3-ാമത്തെ ദിവസം ചെന്ന് പാടിയതാണ്. എന്തൊരു സുഗന്ധമുള്ളതാണ് അഹ്മദിന്റെ മണ്ണ്, അഹ്മദിന്റെ മണ്ണ് വാസനിച്ചവർ എത്ര ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഏറ്റവും വലിയ സുഗന്ധമുള്ളത്, ഏറ്റവും വലിയ രക്ഷയുള്ളത്, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്താനുള്ള നബിയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും മദീനയാണ്, എല്ലാ കേന്ദ്രവും മദീനയാണ്. നഫ്സിൽ ഫീദാഉൽ ലി ഖബരി അൻത സാകിനുഹു ഫീഹിൽ ആഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. നഫ്സി എന്റെ ശരീരത്തെ ഫിദാഉ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ ദണ്ഡമാക്കുകയാണ് ഖബറിൻ ഒരു ഖബറിടത്തിലേക്ക്. ഏത് ഖബറാണ്? അൻത സാകിനുഹു, അങ്ങ് താമസിക്കുന്ന മണ്ണായ ഈ ഖബറിടത്തിലേക്ക് ഞാൻ എന്റെ ശരീരത്തെ തന്നെ സമർപ്പിക്കുകയാണ്. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, എല്ലാ സ്നേഹവും പവിത്രതയും ബഹുമാനവും ആദരവും സംരക്ഷണവും ഇവിടുന്നാണ് നബിയേ. ഒരാറാബി വന്ന് പാടിയത് റൗള ശരീഫിന്റെ മുൻഭാഗത്ത് എഴുതി വെച്ചത് കാണാം. ഇതുപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചൊല്ലാത്ത, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരൊറ്റ ആളുമില്ല. അലാ യാ റസൂലല്ലാഹി ഇന്ന ഖറാബത്തുൻ, ഓ നബിയേ ഞാൻ നിങ്ങളുടെ ഒരു കുടുംബക്കാരനാണ്. മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പാടിയ ഒരുപാട് ബൈത്തുകൾ കാണാം. അതുപോലെ യമനിലെ പണ്ഡിതന്മാർ ഹദിയത്തു സായിരീൻ ഇലാ അദ്ഇയത്തി അസ്ഹാബിൽ യമൻ എന്ന ഒരു കിതാബ് തന്നെ ഉണ്ട്. യമൻ നിവാസികൾ മുത്തുനബിയിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയ ഹദിയ, എല്ലാവർക്കും കൊണ്ടുപോകാനുള്ളത് സ്വലാത്തും അവിടുത്തെ മദ്ഹുമാണ്. ഈ മദ്ഹുകളും സ്വലാത്തുകളും ഒക്കെ എന്തിനാണ് മുത്തുനബിയിലേക്ക് സമർപ്പിക്കുന്നത്? എന്തിനാണ് അവിടത്തേക്ക് സ്വലാത്ത് നമ്മൾ ചെല്ലുന്നത്? എന്തിനാണ് അവിടുത്തെ ബൈത്തുകൾ ഉണ്ടാക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത്? ഏതൊരു കവിയുടെയും ആഗ്രഹം ആ ബൈത്തിന്റെ അവസാന വരികളിൽ കാണാം. എല്ലാ മഹാന്മാരും ആശിക്യങ്ങളും ആഗ്രഹിച്ചതുപോലെ തന്നെ
സ്വഹാബിമാരും പൂർവികരായ മഹാന്മാർ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് ഖൗസുൽ അഅ്ലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എല്ലാവരും തേടിയതും ആശിച്ചതും എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് കൈ പിടിക്കണേ, ഹബീബിനെ ഒന്ന് കാണണേ, ഹബീബിന്റെ ശഫാഅത്ത് ഒന്ന് കിട്ടണേ. ഇത് ആഗ്രഹിക്കാത്തവരായി ഒരൊറ്റ ആളുമില്ല. അത് എല്ലാ മൗലിദിലും കാണാം. മൗലിദിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൂർവീകരായ മഹാന്മാരൊക്കെ ഉണ്ടാക്കിയ മൗലിദുകളൊക്കെ ക്രോഡീകരിച്ച് ചുരുക്കിക്കൊണ്ട് ഒരു മങ്കൂസ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്ന പേരിലുള്ള മൗലിദിലും ഒരുപാട് കാണുന്നത് അവിടുന്ന് കാണണം. ഈ ആഗ്രഹങ്ങളാണ് നമ്മൾ ഏറ്റവും കണ്ട് പരിചയമുള്ള. അൽഹംദുലില്ലാഹ് വഫാത്തിന്റെ അവസാനത്തെ 1-2-3 കൊല്ലത്തോളം കൂടെ നടന്ന മഹാനായ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ കവിതകൾ വല്ലാതെ ഏതൊരു മനുഷ്യന്റെയും കൽബ് സ്വാധീനിക്കുന്ന വരികളാണ്. അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ ഒരു ബൂസൂരിയാണ്, ഒരു ആശിഖുർ റസൂലായി കഴിഞ്ഞുപോയ ശൈഖുനാ കുണ്ടൂർ ഉസ്താദിന്റെ കവിതകൾ ധാരാളമുണ്ട്. അൽ ഖസായിദുൽ ഖാദിരിയ്യത്തി ഫീ ഇദ്ഹാരിൽ മഹബ്ബത്തിൽ മുസ്തഫവിയ്യ എന്ന ഒരു ഗ്രന്ഥം അവിടുന്ന് മഖാമിൽ സിയാറത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. അതിൽ ഒരുപാട് വൈത്തുകളുണ്ട്. സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടുള്ള വൈത്തുകൾ തന്നെ. അപ്പൊ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് മാത്രാണോ? പാട്ടിലൂടെ സ്വലാത്ത് പാടില്ലേ? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ ഖദ് കുൻത ഖവ്വാമൻ ബുകാ ബിൽ നാസ്ഹാർ യാ ലൈത ശിഅരി വൽ മനായാ തുവാർ. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ രാജ്യത്തിലുള്ളവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പാതിരാ സമയത്ത് കറങ്ങി നടക്കുമ്പോ ഉടവഴിയിലൂടെ പോകുമ്പോ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് പ്രായമായ ഉമ്മാമ വസ്ത്രം നെയ്യുകയാണ്. നാളെ കൊണ്ടുപോയി വിറ്റ് അത് കിട്ടുന്ന ലാഭം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഉമ്മാമ ഈ വസ്ത്രം ഇങ്ങനെ തുന്നുന്ന സമയത്ത് പാടിയതാണ് അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ. ആ സുന്ദരമായ സ്വലാത്തുകൾ കവിതയാക്കി ചൊല്ലിക്കൊണ്ടുള്ള ഉമ്മാമയുടെ പാട്ട് കേട്ടുകൊണ്ട് ആശിഖുർ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു, കരഞ്ഞു പോവുകയാണ്. പാട്ട് നിർത്തിയപ്പോ വാതിൽ മുട്ടുന്നു. ആരാണ്? പാതിരാ സമയത്ത് മറ്റാരുമല്ല, ഖലീഫ ഉമറാണ്. വാതില് തുറന്നു കൊടുക്കുമ്പോ ഉമ്മാമയോട് പറയുന്നു, ഉമ്മാമ നിങ്ങളെ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള കവിത വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, ഒന്നുകൂടെ ചൊല്ലുമോ ഉമ്മ? ഉമ്മ വീണ്ടും ചൊല്ലിക്കൊടുക്കുകയാണ്. അവസാനം റളിയല്ലാഹു പറയുന്നു, ദ്വാർക്കണേ. കാരണം കവിത ചൊല്ലിയിട്ട് സ്വലാത്തും അതും പറഞ്ഞിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ടല്ലോ. റളിയല്ലാഹു അൻഹു ദുആ വസിയത്ത് ചെയ്യുന്നു, വഉമർ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഗഫാറായ അല്ലാഹ് ഉമറിനെ ഓർത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാമ പാട്ട് അവസാനിപ്പിക്കുന്നത്. എന്തിനാ ഞാൻ പാടിയത്? അവ പാട്ടിലൂടെയും സ്വലാത്ത് ചെല്ലലുണ്ട്, പാട്ടിലൂടെ സ്വലാത്ത് ചെല്ലലുണ്ട്. തുബാ ലിമൻ ബാന ഖുബ്ബതൽ മദീന ഖദ് അഖാമ സ്വല്ലി യാ റബ്ബനാ വ സലാമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പച്ച കുബ്ബയെ വല്ലാതെ വർണ്ണിച്ച ഒരുപാട് വരികളുണ്ട്. അത് ഉണ്ടാക്കിയവർ, അത് കണ്ടവർ, അത് സിയാറത്ത് ചെയ്തവർ, സിയാറത്ത് ചെയ്തവർ എന്നൊക്കെ പറഞ്ഞ് കുറേ വരികൾ. എല്ലാം മംഗളങ്ങളും ആശംസകളും അർപ്പിച്ച് പിന്നീട് പാടാനുള്ള പറയാനുള്ളത് സ്വല്ലി യാ റബ്ബനാ വസലാമാ. ഓ റബ്ബനേ, ഓ റബ്ബേ, അവിടുത്തേക്ക് സ്വലാത്ത് ഉണ്ടാകട്ടെ, സലാം ഉണ്ടാകട്ടെ. ത്വയ്യിബു തുർബതിഹി ഫഹമിസ്കൻ ഗാലാ വമാറാമാ സ്വല്ലി യാ റബ്ബനാ വസലാമാ. റബ്ബി
ذاتിൽ മൂനാ ഹുബ്ബ സയ്യിദിനാ വസലാമാ സ്വല്ലി യാ റബ്ബനാ വസലാമാ നർജു റുയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക സ്വല്ലി സല്ലിം അലൈഹി ഫിദാക. ഇത് ഹജ്ജിന് പോയപ്പോ മദീനയിലേക്ക് പോകുന്ന മധ്യേ ഉസ്താദ് രചിച്ചിട്ടുള്ള ഒരു ബൈത്താണ്. എല്ലാ മതവും പറഞ്ഞു സല്ലിയാർബ, അതിന് സലാത്ത്, അതിന് സലാം, എനിക്ക് സലാത്തു സലാം അല്ലാതെ ചൊല്ലാത്ത ഒരൊറ്റ വരിയുമില്ല. അങ്ങനെ ചൊല്ലി ചൊല്ലി പിന്നെ അവസാനം ചൊല്ലുന്ന വരിയാണ് നർജു റുയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക. ഹബീബായ നബി തങ്ങൾ എനിക്ക് അവിടുന്നും കാണണം ഇവിടുന്നും കാണണം, സന്തോഷമായി കാണണം. അതിനെന്റെ കയ്യിലൊന്നുമില്ല. സ്വല്ലി സല്ലിം അലൈഹി ഫിദാക. തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ഞാൻ ദണ്ഡമാക്കുന്നു നബിയേ. ഇതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്ത് പ്രകടമാകുന്ന സ്വലാത്തുകൾ ഖൽബാണ്. മദീനയിലുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, കുട്ടികളെ ധാരാളം ചൊല്ലുക. ചൊല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇതാണ്: ഹബീബിന്റെ ശഫാഅത്ത് ഉണ്ടാകണം, അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്ത് ഉണ്ടാകണം, അവിടുന്ന് ദുനിയാവിലും ആഖിറത്തിലും ഒന്ന് കാണണം. نرجو السعادات محو الشقاوات يا خير رسول الله عليك دائما صلى الله حبا وشوقا يا رحمة العالم جئناك صلى الله عليك سلم نور സ്വലാത്തും സലാമും ഇല്ലാത്ത ഒരൊറ്റ പാട്ടുമില്ല. എല്ലാറ്റിലും സ്വലാത്തും സലാമും തന്നെ. അവരെ ജീവിതം മുഴുവനും മുത്തുനബിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ എത്രയെത്ര മേഖലയിലേക്കാണ് അവർ എത്തിപ്പെട്ടത്. വഫാത്തായി 15 കൊല്ലം പിന്നിട്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്നും ഹയാത്ത് പോലെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടുന്ന് സ്ഥാപിച്ച ഔസിയ എന്ന സ്ഥാപനം സുന്ദരമായി നടക്കുകയാണ്. അവിടുന്ന് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അവിടെ വിതരണം നടക്കുകയാണ്. പ്രിയപ്പെട്ട മകനാകുന്ന കുഞ്ഞുവിന്റെ ആണ്ട് വരുമ്പോ നന്നായി പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിരുന്ന ഉസ്താദിന്റെ ആ മഖബറയിൽ വെച്ച് ഇന്നും അവിടുത്തെ അനുയായികൾ അത് നിർവഹിക്കുകയാണ്. ഓരോ കൊല്ലം കൂടുന്തോറും വർദ്ധിച്ച് വരികയാണ്. ആളുകൾ കൂടുന്നു, അവിടെ ഭക്ഷണ വിതരണങ്ങൾ വർദ്ധിക്കുന്നു. എന്തൊരത്ഭുതമാണ്! അവിടത്തേക്ക് സിയാറത്തിന് വരുന്നു, കാണാത്ത ആളുകൾ വരെ അവിടുന്ന് വന്ന് ആരംഭപ്പൂവായ ചെല്ലുകയാണ്. ആരംഭപ്പൂവായ എന്താണ് ഓരോരോ വരികളുടെ മഹത്വം? ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഖൽബാണ് മദീനയിലൂടെ നമുക്ക് ഇതൊക്കെ അവതരിപ്പിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലാ വസല്ലമ റബ്ബുസ് സമാവാതി അലാ ഹബീബില്ലാഹ് ദൗമൻ യാസീൻ നബിയില്ലാഹ്. ആകാശഭൂമികളുടെ റബ്ബിലേക്ക് സ്വലാത്ത് സലാമുകൾ നിത്യമായി ചൊല്ലി നിത്യമം പോലെ സമർപ്പിച്ചു കൊണ്ടുവിടുന്ന ബൈത്ത് കൊണ്ടൂർ ഉസ്താദ് പച്ചക്കുപ്പ ഞങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞപ്പോ സങ്കടപ്പെട്ട് അവരോടുള്ള ആ ഈർഷ്യത അള്ളാഹുവിന് വേണ്ടിയുള്ളതാണല്ലോ. അള്ളാഹുവിനെയും ഹബീബിനോടും കളിച്ചാൽ അവരോട് നമ്മൾ ഈർഷ്യത ഉണ്ടാവും. ആ ഈർഷ്യത വെച്ച് ആ ഹബീബായ നബി തങ്ങളെ മദ്ഹ് ചെയ്യാനാണ്, ഒരു ഭാഗം കുറ്റം പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഉടനെ തന്നെ അവിടുന്ന് പാടിയ വരികളാണ്: അങ്ങനെ കുറെ ചൊല്ലി. പിന്നെ പറഞ്ഞു: വഹാബി മമ്മിസില അഹ്മദ ലാലാ വലം
ലോകത്ത് ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. തൂബാ ലിമൻ സാറ ഔ സാറ മൻ സാറ ഖൈറൽ വറാ വസ്റദാ ഖദിർ തവ മിൻ കസിഹി റഷദാ. ഹബീബായ മുത്തുനബിന്റെ പച്ചക്കുമ്പ സന്ദർശിച്ചവർ എത്ര സന്തോഷമുള്ളവരാണ്, എത്ര ഭാഗ്യമുള്ളവരാണ്. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ സിയാറത്ത് ചെയ്തവർ എത്ര ഭാഗ്യമുള്ളവരാണ്. അങ്ങനെയാണ് തുടങ്ങി ഹബീബായ നബി തങ്ങളെ മദ്ഹങ്ങൾ പറയാൻ തുടങ്ങി. ഖുബ്ബത്തുൻ ഖളറാഉ ദാമത് മുനീറതൻ മാ മസ്സമൽ ലഹദാ ബൽ ഹു ഖാബ വലയരിദാ. ഹബീബായ നബി തങ്ങളെ ഒരു കൂട്ടർ താഴ്ത്താൻ ശ്രമിക്കുമ്പോ കൊണ്ടൂർ ഉസ്താദ് ചെയ്യുന്നത് നന്നായി മദ്ഹ് സ്വലാത്തും മദ്ഹും പറയുകയാണ്. എല്ലാം പറഞ്ഞിട്ട് അവസാനം ചോദിക്കാനുള്ളത് റബ്ബി ഫർസുഖ്നാ ഹബ്ബ സയ്യിദിനാ വരിളാക. അവിടുന്ന് പൊരുത്തം തരണം, അവിടുത്തെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണം എന്നുള്ള സ്വലാത്തും സലാമും പ്രാർത്ഥനകളുമാണ് ആശിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദിന് പറയാനുള്ളത്. യാ നൂറൽ ഹുദാ അലൈക സ്വലാത്തു മഅ സലാമി ഖുദ് ബി ഐദീനാ ഫകുന്നാ ഫിൽ ഉമൂരി ഹൈരീനാ. സന്മാർഗത്തിന്റെ പ്രതീകമേ, സന്മാർഗത്തിന്റെ പ്രകാശമേ, സ്വലാത്തു സലാമു അലൈക, തങ്ങളുടെ മേലിൽ സ്വലാത്ത് ഉണ്ടാകട്ടെ, സലാം ഉണ്ടാകട്ടെ. ഖുദ് ബി ഐദീനാ, ഞങ്ങളെ കയ്യൊന്ന് പിടിക്കണേ നബിയേ. കണ്ടില്ലേ, എല്ലാവരും അങ്ങനെ സ്വലാത്ത് സലാം ഒഴിവാക്കിയിട്ടുള്ള ഒരൊറ്റ വരിയുമില്ല. മക്കത്തങ്ങ് ചെന്നപ്പോഴും അതാണ് പറയാനുള്ളത്. മുത്തുനബിന്റെ മദ്ഹന്നെ അത്ഭുതം കണ്ടു ഞങ്ങൾ സന്തോഷത്തോടെ, അൽ അമീനായ മുത്ത് ആവേശത്തോടെ, ആവേശത്തോടെ. മക്കത്ത് നിന്ന് അത്ഭുതം കണ്ടപ്പോ പാടിയതാണ് സുബ്ഹാനല്ലാഹ്. എന്നിട്ടും റസൂലുള്ളാഹിന്റെ മൗത്ത് യാ റബ്ബു നൂറു ഹഖ്ഖു സല്ലിം സലാമാ അലൻ നബി സ്വല്ലി ഔലാ ഇമാമാ, ഔലാ ഇമാമാ. യാ റബ്ബ്, റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഗുണമുണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ ചൊല്ലുന്നത് കൽബാണ്, മദീനയിലൂടെ ചൊല്ലുന്നത് സ്വലാത്താണെങ്കിൽ ആ പൂർവകാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാർ മുഴുവനും ഒരു കൊണ്ടൂർ ഉസ്താദിനെ ഞാൻ ചെറിയ ഒരു ഉദാഹരണമാക്കി, എനിക്ക് അനുഭവമുള്ള എന്റെ ഷെയ്ഖിനെ ഞാൻ ഇവിടെ ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോ, ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ നമുക്കറിയാം ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാത്രം എത്രയോ ഗ്രന്ഥങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് അവരെ കഴിവ് പോലെ സ്വന്തമായി സ്വലാത്തുകൾ മുത്തുനബിക്ക് വേണ്ടി എഴുതിയുണ്ടാക്കി, ബൈത്തുകൾ ഉണ്ടാക്കി, കവിതകൾ ഉണ്ടാക്കി, ബുർദ പോലെ അതുപോലെ ഖസീദകൾ പോലെ ഉണ്ടാക്കിയെങ്കിൽ സാധുക്കളായ നമ്മൾ ആഖിറസ്സമാനിലെ ചപ്പ് ചവറുകളായ നമ്മൾ ആ ഹബീബായ നബി തങ്ങളിലേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കുക എല്ലാറ്റിനുമുള്ള രക്ഷയാണ്, എല്ലാറ്റിനുമുള്ള ഒരു അഭയമാണ്, എല്ലാറ്റിനുമുള്ള ഒരു പരിഹാരമാണ്. അതുകൊണ്ട് സ്വലാത്തുമായി നമ്മൾ മുന്നോട്ട് പോകുക. ആ സ്വലാത്തിനാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒരൊറ്റ കാര്യവുമില്ല. ദുനിയാവും ആഖിറവും നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം മുടങ്ങുകയില്ല, നഷ്ടപ്പെടില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു അമൽ നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതെന്ത് മാത്രമേ ഉള്ളൂ? സ്വലാത്ത് മാത്രമേ ഉള്ളൂ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്വലാത്തുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക, ചൊല്ലിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഖൽബാണ് മദീന ഒരു സബബായി നമുക്ക് അല്ലാഹു സ്വീകരിച്ചു തരുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ലാഹുവേ, അവർക്ക് നീ ഖൈർ നൽകണം റഹ്മാനേ. അവർക്ക് നീ ദുനിയാവും ആഖിറവും നീ നൽകണേ അല്ലാഹ്. കോടിക്കണക്കിന്
ജിന്ന് സ്വലാത്തുകൾ ചൊല്ലിയ കൂട്ടായ്മയിലൂടെയുള്ള ദുആയാണ് പടച്ച തമ്പുരാനെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന നിലമ്പൂരിക്കരുളായിലുള്ള സജിലത്താത്ത അവരുടെ കുടുംബത്തിന് നീ ഖൈർ നൽകണം റഹ്മാനെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. അവർക്കെല്ലാം പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്മാൻ ക അല്ലാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകി ശിഫയാക്കണം റഹ്മാനെ. വിശുദ്ധ മദീനയിലേക്ക് അടുത്ത റബീഉൽ അവ്വലിന് മുമ്പ് തന്നെ കുടുംബസമേതം ഞങ്ങളൊക്കെ നീ എത്തിക്കണം റഹ്മാനെ. ഈ സംഘത്തെ നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ 2 ആൺമക്കളെയും പെൺമക്കളെയും പഠിച്ചവനെ നല്ല സ്വാലിഹീങ്ങളെ പട്ടികയിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും മക്കള് സന്താന ശിഷ്യ പരമ്പരകളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആലിമീങ്ങൾ ഹാഫിളീങ്ങളാക്കണം റഹ്മാനെ. ഹിഫ്ദ് പഠിച്ച് പൂർത്തിയാക്കിയ ഒരു മകനെ പഠിച്ചവനെ മുഹറബിയായ ഒരു മുതഅല്ലിമാക്കണം റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മകനെ എല്ലാവിധ ഉയർച്ചകളും നൽകണം റഹ്മാനെ. പെൺകുട്ടികൾക്ക് നല്ല അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ്. ദീനത്ത നിന്നെ പേടിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയം വെക്കുന്ന ഭർത്താക്കന്മാരെ നൽകണം റഹ്മാനെ. അതുപോലെ ഈ ദലായിലുൽ ഖൈറാത്ത് തയ്യിബടക്കം ഞങ്ങളുടെ ഖൽബാണ് മദീനയിലുള്ള എല്ലാ അംഗങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിലേറ്റവും വിഷമമുള്ള പല ആളുകളുമുണ്ട്. കൽബാണ് മദീനയിലുള്ള ഒരു സാന്ത്വനം ഗ്രൂപ്പുണ്ട് പഠിച്ചവനെ. ഭർത്താക്കന്മാരില്ലാത്തവർ, അതുപോലെ മരണപ്പെട്ടവർ, കാരണമായോ മറ്റോ പലാക്ക് ചെല്ലപ്പെട്ടവർ, അല്ലാഹുവേ ആര് കൈവടിഞ്ഞാലും അവരെ നീ കൈവടിയല്ല റബ്ബേ. അവർക്ക് നീ തുണ നൽകണം റഹ്മാനെ. അല്ലാഹ് ദുനിയാവിൽ കുറഞ്ഞതിനൊക്കെ ആഖിറത്ത് നാളെ പകരമാക്കണം അല്ലാഹ്. പെട്ടെന്ന് ഭർത്താക്കന്മാര് മരിച്ചു പോയതിന്റെ പേരിൽ വിധവകളായി ആരാരുമില്ലാതെ ഒറ്റപ്പെരയിൽ കഴിയുന്നവരുണ്ട്. ചെറിയ യതീമക്കളെ കൊണ്ട് സംരക്ഷിക്കുന്ന സഹോദരിമാരുണ്ടെന്നറിഞ്ഞു. അല്ലാഹുവേ അവർക്ക് കഴിയും പോലെ ഈ ഗ്രൂപ്പുകളിലേക്കുള്ള സമ്പന്നരായ ആളുകൾ, അതുപോലെ സജിലത്താത്ത കളക്ഷൻ ചെയ്തുകൊണ്ടും അവരെ കൊണ്ട് മക്കളയച്ചു കൊടുക്കുന്നതും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞു. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. നീ അവർക്കൊക്കെ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ശാകിരീങ്ങളായ അഗ്നിയാക്കളിൽ നീ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ സമ്പത്തില്ലാത്തതിന്റെ പേരില്, ദാരിദ്ര്യത്തിന്റെ പേരില് കുഫ്രിയത്തിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കൽബാണ് മദീനയിൽ ഒറ്റ സഹോദരിയും എത്തിക്കല്ല അല്ലാഹ്. ഫിസ്ഖിലേക്ക് നീ എത്തിക്കല്ല അല്ലാഹ്. ബിദ്അത്തിലേക്ക് എടുപ്പിക്കല്ല അല്ലാഹ്. ദുനിയാവിൽ 2 കൈയും നീട്ടി തരാൻ ഒരുപാട് ഫാസിഖീങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരുപാട് ബിദ്അത്തുകാർ നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി, ദാരിദ്ര്യം കാരണം വല്ല വിഷമം കാരണം അതിലൊക്കെ പെട്ടുപോയാൽ ഞങ്ങൾക്ക് ആഖിറത്ത് നഷ്ടപ്പെടുമല്ലോ റബ്ബേ. അതുകൊണ്ട് ആഖിറത്ത് സമാനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. നീ ഞങ്ങളെ അങ്ങനത്തെ വിദഗ്ധത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അതുപോലെ ഫാസിഖീങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒരു ഹറാമിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല റബ്ബേ. ഹറാമിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ കടുകടുത്ത ഈമാൻ നൽകണം റഹ്മാനെ. സംരക്ഷണം നൽകണേ അല്ലാഹ്. മറ്റൊരുത്തന്റെ മുമ്പിൽ ഞങ്ങളെ യാചിക്കേണ്ട ഒരു അവസ്ഥ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ സഹോദരിമാർ ഐതാമുകൾക്ക് നൽകല്ല അല്ലാഹ്. ഐതാമുകളെ സംരക്ഷിക്കുന്ന സഹോദരിമാർ വിധവകൾക്ക് നൽകല്ല അല്ലാഹ്. പഠിച്ചവനെ കുറെ സമ്പത്തൊക്കെ ഉണ്ട്, അത്യാവശ്യമൊക്കെ ദുനിയാവ് തന്നിട്ടുണ്ട്. എന്നാൽ ഒരു മനസ്സമാധാനമില്ലെന്ന് പറയുന്ന ഒരുപാട് സഹോദരിമാർ വസിയ്യത്ത് ചെയ്ത കൽബാണ് മദീനയിലുള്ളവരുണ്ട്. പഠിച്ചവനെ ദുനിയാവ് കൊണ്ട് ഞങ്ങളെ മതിയാക്കല്ല റബ്ബേ. ശാശ്വതമായ ആഖിറത്ത് നഷ്ടപ്പെടുന്ന ദുനിയാവ് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ആഖിറത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. ഹബീബായ മുത്തുനബി കോടി എന്നും പറഞ്ഞ് ഓടാതെന്നും പറഞ്ഞ് ഞങ്ങളെ ആട്ടി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ തരം താഴ്ത്തല്ല റബ്ബേ. അങ്ങനത്തെ ഒരു സ്വഭാവം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ് ഈമാൻ നൽകണം റഹ്മാനെ. സംരക്ഷണം നൽകണേ അല്ലാഹ്. നിന്റെ എല്ലാവിധ കാരുണ്യവും ഞങ്ങൾക്ക് ചൊരിയണം റഹ്മാനെ. ദുനിയാവ് കൊണ്ട് മതിയാക്കല്ല റബ്ബേ. ആഖിറത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ദുനിയാവ് തരല്ല അല്ലാഹ്. ആഖിറം സമ്പാദിക്കാവുന്ന ദുനിയാവ് തരണം റഹ്മാനെ. ഉള്ളതിനനുസരിച്ച് മറ്റുള്ള പാവങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണം റഹ്മാനെ. പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് റഹ്മാനെ.
വീടില്ലാത്തവർ, കക്കൂസില്ലാത്തവർ, അതുപോലെ അത്യാവശ്യ കാര്യങ്ങളില്ലാത്തവർ, ആരോട് ചോദിക്കാതെ സ്വലാത്തിനെ മാത്രം അഭയം തേടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. പഠിച്ചവനെ അവർക്ക് നീ കാവൽ കൊടുക്കണേ അല്ലാ. ഹബീബായ മുത്തുനബിന്റെ കാവൽ നൽകണേ അല്ലാ. ബദരീകളെ തുണ നൽകണേ അല്ലാ. ദുനിയാവിലെ അവർക്ക് നീ നല്ല ഐശ്വര്യം നൽകണേ അല്ലാ. പഠിച്ചവനെ വിവാഹപ്രായമുള്ളവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ അല്ലാ. സൗന്ദര്യം കൊടുത്തവൻ നീയാണല്ലോ റബ്ബേ. തടി കൂടുതലാണ്, കുറവാണ്, ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന കാരണക്കാര് ഈ സാധുക്കളല്ലല്ലോ റബ്ബേ. തടിയുടെ വണ്ണം കുറക്കുന്നതും കൂട്ടുന്നതും നീയാണല്ലോ റബ്ബേ. സമ്പത്ത് നൽകുന്നവൻ നീയാണല്ലോ റബ്ബേ. ഇതിന്റെ പേരിൽ ഒരാളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അവർക്ക് അനുയോജ്യമായ ബന്ധം നൽകണേ അല്ലാ. എല്ലാവർക്കും നല്ല ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഒരുപാട് പ്രയാസപ്പെടുന്ന സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാര് കള്ളുകുടിയന്മാരാണ്, മദ്യപാനികളാണ്, അതുപോലെ തന്നെ ദുസ്വഭാവികളാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് എന്നതിന്റെ പേരിൽ പ്രയാസം നേരിടുന്നവരുണ്ട്. അല്ലാഹുവേ നന്നാക്കണേ അല്ലാ. എല്ലാവരും ഭർത്താക്കന്മാരെയും നല്ല സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. സ്വലാത്ത് ചൊല്ലുന്നവരാക്കണേ അല്ലാ. മദീന ഞങ്ങൾക്ക് എത്തിയൊരു വലിയ അഭയമാക്കണം റഹ്മാനെ. മദീനയിലേക്ക് എത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന. ആ ഈമാൻ ചുരുണ്ട് കൂടുന്ന നാടാണ് മദീന. ആ മദീനയിലേക്ക് കൽബുണ്ടെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ അർപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ റൗള ശരീഫിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ ഭർത്താക്കന്മാരെ ഗൾഫിൽ കൊല്ലങ്ങളായി കഷ്ടപ്പെടുന്ന, ജോലിയില്ലാതെ നല്ലൊരു വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. പഠിച്ചവനെ ആജിലായ ശിവ കൊടുക്കണം രോഗികൾക്ക് അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ. അർഹമർ റഹീമായ അല്ലാ. ഈ നിലയ്ക്കുമായൊക്കെ സഹകരിച്ചിരുന്ന പലരും മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട വാക്കാരൂർ സഖാവി അല്ലാഹുവേ, ഏർവാടിയിൽ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കണം റഹ്മാനെ. ഇതിലുള്ള സഹോദരിമാർക്ക് ദുആ ചെയ്തു കൊടുത്തിരുന്ന ഉസ്താദാണ് അല്ലാഹുവേ. അവരെ മക്കൾക്ക് നീ തുണ നൽകണേ അല്ലാ. വിധവയായ ഭാര്യയ്ക്ക് പഠിച്ചവനെ അണ്ടോൺ ഉസ്താദിന്റെ മകൾക്ക് നീ നല്ല ക്ഷമ കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഖിറത്തും ഇസ്സത്ത് നൽകണേ അല്ലാ. അതുപോലെ ഇതിന് വേണ്ട ഒത്താശകൾ ചെയ്യുന്ന അവരെ നാട്ടിലുള്ള ഇടക്കരയിലുള്ള, അതുപോലെ പെരുളാരി നിലമ്പൂരിലുള്ള ഒരുപാട് സഖാഫിമാരുണ്ട്. കൊത്തപ്പിരിയും റഷീദ് സഖാഫി പോലെ, അതുപോലെ ഷൗക്കത്ത് സഖാഫി പോലെ ആ നാട്ടിലുള്ള എല്ലാ ഉസ്താദുമാർക്കും റാഹത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഇവരെ വർഷത്തിലൊക്കെ വന്ന് ദുആ ചെയ്തു കൊടുക്കുന്ന വന്യരായ മുത്തനൂർ തങ്ങൾ പാപ്പാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. അവരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകളിലൊക്കെ വലിയ വിജയം നൽകണേ അല്ലാ. അവരെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളെ ഈ കൽബാണ് മദീനയിലുള്ള കുടുംബത്തിലുള്ള ഭർത്താക്കന്മാര്, അവരെ മക്കള്, മരുമക്കള്, പേരമക്കള്, അവരെ സഹോദരന്മാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഇതുകൊണ്ട് ഒരു നഷ്ടവും ദുനിയാവിലും ആഖിറത്തിലും നീ നൽകല്ല അല്ലാ. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവര്, അതിൽ പങ്കെടുത്തവരൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു സഹോദരി അവര് ഉംറയ്ക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പാവങ്ങൾക്ക് വേണ്ടി, വീടിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, ഓരോ പാവങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കുന്ന സഹോദരിമാർക്ക് ഖൈർ നൽകണേ അല്ലാ. ഇരട്ടി ഇരട്ടി ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാ. പഠിച്ചവനെ പ്രായമായ ഉപ്പമാരും ഉമ്മമാരും വല്യമ്മമാരൊക്കെ വീട്ടിൽ കിടക്കുന്നവരുണ്ട്. അവരെ നന്നായി ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സജിലത്താത്തയുടെ ഭർത്താവ്, അതുപോലെ ഉസ്മാൻ, അവരുടെയൊക്കെ ഉപ്പമാര്, അവിടെ പ്രായമായവരുണ്ട്, വല്യമ്മയുണ്ട്. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഈ ചാനലിലൂടെ ഇത് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ, ഷെയർ ചെയ്യുന്നവർ, അതിനു വേണ്ട ഒത്താശകൾ ചെയ്യുന്ന സർവർക്കും പഠിച്ചവനെ നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. അവരൊക്കെ വീടുകളിലുള്ള പ്രായമായ ആളുകൾക്ക് ഹബീബിന്റെ തുണ
പടച്ചവനെ ഞങ്ങളെ മുന്നിട്ട് പോയി മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഖബറിൽ ഇതൊക്കെ സന്തോഷമായി ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. മുത്തുനബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഖൽബാണ് മദീനയിലൂടെ ഹബീബായ മുത്തുനബിയിലേക്ക് മഹബ്ബത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ്. ശഫാഅത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും കൂട്ടം തെറ്റാതെ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. സ്വർഗം വരെയും ഞങ്ങളെ ഒന്നിപ്പിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. ഒരു പ്രവർത്തനവും ഞങ്ങളെ കൊണ്ട് നടത്തിക്കല്ല അല്ലാഹ്. അവിടുന്ന് ഒരു നോട്ടം തരണം അല്ലാഹ്. ഒരു മേൽ നോട്ടം തരണം അല്ലാഹ്. ഹബീബായ മുത്തുനബി വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി തരല്ല അല്ലാഹ്. ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ മരണത്തിന്റെ മുമ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവരുടെ വീട്ടിലുള്ള ഈ സൽക്കാരം നീ കബൂലാക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وجميع الأنبياء والمرسلين الحمد لله رب العالمين.